ഭാഗവത പാരായണം ഒരു തപസ്യയായി കരുതുകയും ആ മഹത്വജനങ്ങളുടെ പ്രചാരകരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദമ്പതികളാണ് ഗുഡ് മോർണിംഗ് ACയുടെ ഇന്നത്തെ അതിഥി. പാരായണം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ശ്രോതാവിനായി പോലും നാരായണനാമം പ്രചരിപ്പിക്കപ്പെടണം എന്ന ഉദ്ദേശത്തോടെ സേവനസന്നദ്ധരാകുന്ന ഈ ദമ്പതിമാർ ഗുഡ് മോർണിംഗ് ACക്ക് വേണ്ടി കാർത്തികേയനുമായി നടത്തുന്ന സംഭാഷണത്തിലൂടെ നമുക്ക് ഈ ശുഭദിനം ആരംഭിക്കാം. നായർ സമുദായത്തിൽപ്പെടുന്ന ദമ്പതിമാർ എന്ന തനിമയും ഇവർക്ക് അവകാശപ്പെട്ടതാണ്. നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃ വിഘനസാർത്തിതോ വിശ്വഗുപ്തയേ സഖ ഉദേയിവാൻ സത്വതാങ്കുലേ. ഭാഗവത സപ്താഹയജ്ഞം നടത്തുന്നതിലൂടെ കേരളത്തിനകത്തും പുറത്തും ശ്രദ്ധേയരായ ദമ്പതികളാണ് ശ്രീ രാമേന്ദ്രൻ ചെറുവള്ളിയും ഭാര്യ സരസ്വതി രാമേന്ദ്രനും. ഭാഗവത സപ്താഹയജ്ഞം നടത്തുന്നവർക്കിടയിലെ ദമ്പതിമാർ എന്ന വിശേഷണം ഇവർക്ക് മാറ്റുകൂട്ടുന്നു. അതിനേക്കാളേറെ നായർ സമുദായ അംഗങ്ങളാണെന്ന പ്രത്യേകതയും ഇവരുടെ പാരായണത്തിന് മാറ്റുകൂട്ടുന്നതാണ്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീ സരസ്വതി രാമേന്ദ്രൻ വേദപാരായണത്തിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഏക വനിത കൂടിയായിരിക്കാം. ഗുഡ് മോർണിംഗ് ACയിലൂടെ നമുക്കിന്നവരെ പരിചയപ്പെടാം. കേരളത്തിനകത്തും പുറത്തും ഭാഗവത സപ്താഹയജ്ഞം നടത്തുന്നതിലൂടെ ശ്രദ്ധേയരായ വ്യക്തികളാണ് നിങ്ങൾ. എന്താണ് ഭാഗവതത്തിലൂടെ ആധുനിക ലോകത്തിന് കിട്ടാനുള്ളത്? ആധുനിക ലോകം അശാന്തിയുടെ മൂർധന്യഭാവത്തിലാണ്. ഇപ്പോൾ എവിടെ നോക്കിയാലും ആരും ശാന്തിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. സുഖത്തിന് വേണ്ടിയാണ് മനുഷ്യൻ രാവും പകലും കഷ്ടപ്പെടുന്നത്. രാവിലെ ഉണർന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ സുഖത്തെ അന്വേഷിച്ചാണ് നമ്മൾ ഓടുന്നത്. ഓരോരുത്തരും ഞാനും നിങ്ങളാകുന്ന ഓരോരുത്തരും ഓടുന്നത് സുഖത്തെ അന്വേഷിച്ചാണ്. പക്ഷെ നമുക്ക് ആർക്കും ഇതുവരെയും സുഖം കിട്ടിയതായിട്ട് കാണുന്നില്ല. ഇതിന് പരിഹാരം കൂടി ഭാഗവതം നിർദ്ദേശിക്കുന്നുണ്ട്. കാരണം ഈ പ്രപഞ്ച വിഷയങ്ങളുടെ നിസ്സാരത മനസ്സിലാക്കി ഈ സത്യം എന്ത്, ശാശ്വതമായി എന്താണ് ഇവിടെ ഉള്ളത്, ഈ പ്രപഞ്ചം എന്താണ്, പ്രപഞ്ചത്തിനൊക്കെ അവലോകനം, ഈ പ്രപഞ്ചം എന്താണ് സത്യമായി എന്നും ശാശ്വതമായിട്ടുള്ളത് എന്നതിനെ കൂടി പ്രതിപാദിക്കുന്നതാണ് ഭാഗവതം. കാരണം ഭാഗവതം തുടങ്ങുമ്പോൾ തന്നെ സത്യം പരം ധീമഹി, പരമമായ സത്യത്തെ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഭാഗവതം തുടങ്ങുന്നത്. ഭാഗവതം അവസാനിക്കുന്നതും ഈ ശ്ലോകം സത്യം പരം ധീമഹി, പരമമായ സത്യത്തെ ധ്യാനിച്ചുകൊണ്ടാണ് ഭാഗവതം ഉപസംഹരിക്കുന്നത്. അപ്പോൾ പരമമായ സത്യത്തെ അറിയാത്തത് കൊണ്ടാണ് മിഥ്യയായ പലതിൽ നിന്നും സുഖം കിട്ടും എന്ന് കരുതി നമ്മൾ ഓടുകയാണ്. ഞാൻ നിങ്ങൾ ഓടുന്നത് മുഴുവൻ സുഖം അന്വേഷിച്ചാണ്. വാസ്തവത്തിൽ ഇതിൽ പരമമായ സുഖം, ആനന്ദത്തെ അന്വേഷിക്കുന്നതാണ് ഈ ഭാഗവതം. ആനന്ദത്തിന് കാരണം എന്താ കിട്ടുക? എവിടെ നിന്ന് നമുക്ക് ആനന്ദം കിട്ടും? എവിടുന്ന് പരമമായ സുഖത്തെ അറിയും? അത് അറിയണമെങ്കിൽ സത്യത്തെ മനസ്സിലാക്കണം. നമ്മൾ എന്താണ് സത്യം, എന്താണ് മിഥ്യ. അപ്പോൾ ഈ പ്രപഞ്ചത്തെയും ഇതിന്റെ നിസ്സാരതയും മനസ്സിലാക്കാൻ തുടങ്ങുന്നതോടുകൂടി പരമമായ സത്യത്തിലേക്കുള്ള ഒരു വെളിച്ചം വീശൽ കൂടിയാവും. അത് ഭാഗവതത്തിൽ നിന്ന് നമുക്ക് നേടാൻ പറ്റും. ഭാഗവത പാരായണം നടത്തുന്ന ബ്രാഹ്മണയല്ലാത്ത ഒരു വനിതയാണ് താങ്കൾ. എങ്ങനെയാണ് നിങ്ങൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത്? കുട്ടിക്കാലം മുതലേ ഭാഗവതം അച്ഛനും മുത്തശ്ശനും ഒക്കെ വീട്ടിൽ പാരായണം ചെയ്യാറുണ്ട്. അത് കേട്ടിങ്ങനെ കളിച്ച് നടക്കുമ്പോഴും അതിൽ ശ്രദ്ധിക്കുകയായിരുന്നു. പക്ഷെ അന്നൊക്കെ മുത്തശ്ശൻ കിളിപ്പാട്ടാണ് വായിക്കുമായിരുന്നു, അച്ഛനുമൊക്കെ. അതുപോലെ തന്നെ അമ്മ, മുത്തശ്ശി എല്ലാവരും വായിക്കും. പിന്നെ അപ്പം അതിലെന്തോ അങ്ങനെ ഒരു താല്പര്യമായി. കുട്ടിക്കാലം മുതലേ ശ്ലോകവും കീർത്തനങ്ങളും, ഞങ്ങളുടെ അടുത്ത അമ്പലമുണ്ട്, അവിടെ ഭജന പാടാൻ പോകും. അങ്ങനെ അപ്പം അതിൽ നല്ല താല്പര്യമായി. അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവ്, ഞാൻ ബോംബെയിൽ ജോലി ചെയ്യുമായിരുന്നു. കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബാംഗ്ലൂർ വർക്ക് ചെയ്യണം. അപ്പോൾ റിസൈൻ ചെയ്ത് വരണം പറഞ്ഞു. റിസൈൻ ചെയ്ത് വന്നു. അപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ ഈ വകയിലൊക്കെ നല്ല താല്പര്യമാണ്. അപ്പോൾ കൂടെ കൊണ്ടുപോകും. അങ്ങനെ അതിൽ താല്പര്യം വന്നു. ഈശ്വര കൃപാന്നേ പറയാനുള്ളൂ, അല്ലാതെ നമ്മളുടെ മിടുക്കല്ല. മാത്രമല്ല ഇത് നല്ലൊരു സുഖമുള്ളൊരു കാര്യമാണെന്ന് കൂടി തോന്നണം. മറ്റു വസ്തുക്കൾക്കൊന്നും സുഖം തരാൻ പറ്റില്ല, ഭാഗവതത്തിൽ നിന്ന് നല്ല സുഖവും ശാന്തിയും കിട്ടുന്നതെന്ന് ബോധ്യമായി. അപ്പം ഈ വഴിക്ക് തിരിഞ്ഞു. ആദ്യമായിട്ട് ഈ ഭാഗവത പാരായണം നടത്തുമ്പോൾ യാഥാസ്ഥിതികരിൽ നിന്നും എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഉദാഹരണത്തിന് ആരെങ്കിലും എങ്ങോട്ടെങ്കിലും കയറരുതെന്ന് പറയാം, ഇത്തരം അവഗണനകൾ, പ്രത്യേകിച്ച് ഒരു സമുദായത്തിന്റെ പേരിൽ നിന്ന് നമ്മളിത് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ വല്ല അവഗണനയും നേരിടേണ്ടി വന്നിട്ടുണ്ട്?
കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കാലത്തും വൈകിട്ടും വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ഒക്കെ ചൊല്ലുന്ന കൂട്ടത്തിലാണ് നാമം ചൊല്ലാനിരിക്കുമ്പോൾ. അങ്ങനെ ചൊല്ലുമ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു മാമി പറയണ്ടായി, സരസ്വതി നിങ്ങൾക്കൊക്കെ ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ പാടുമോ? ഞങ്ങൾ ബ്രാഹ്മൺസിനല്ലേ അത് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ മാമിയോട് പറയണ്ടായി. അപ്പം എൻ്റെ ഭർത്താവ് ചോദിച്ചു, മാമി നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞത്? ഈശ്വരൻ എല്ലാവർക്കും ഉള്ളതല്ലേ, അറിയുന്നവർക്കൊക്കെ ചൊല്ലാം, എങ്ങനെ വേണമെങ്കിലും ഭഗവാനെ കീർത്തിക്കാം അറിയുന്ന പോലെ. അപ്പം അല്ല നിങ്ങളൊക്കെ ചൊല്ലുക, നിങ്ങളുടെയൊക്കെ നാവ് പുഴുത്തു പോവില്ലേ ചോദിച്ചിട്ടുണ്ട്. അപ്പം മനസ്സ് തോന്നി ലോകരുടെ ഇടയിൽ ഇങ്ങനൊരു സംശയം ഉണ്ട് ഉള്ളിൽ കിടക്കുന്നുണ്ടല്ലേ എന്ന്. അന്ന് അങ്ങനെ കുറിച്ചിട്ടു. അത് ഭഗവാന് അത് എടുത്തു തോന്നുന്നുണ്ട് കാര്യമായിട്ട്. അതുകൊണ്ട് പിന്നെ എന്തായാലും ഇത് പഠിക്കണം വായിക്കണം എന്നുള്ളതിൽ ആഗ്രഹത്തിൽ സപ്താഹങ്ങൾ നടക്കുന്നവിടെയൊക്കെ പോയി പുസ്തകവും പിടിച്ച് ഉമ്മർത്ത് പോയിരുന്ന് അവർ പാരായണം ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ച് അന്ന് മുതൽ ഇങ്ങനെ കേൾക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാന്റെ ആ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമായിരിക്കും. പിന്നെ മുജന്മത്തെ വാസന ഏതെങ്കിലും ഉണ്ടാവുമല്ലോ കൂടെ, അതൊക്കെ കൊണ്ടായിരിക്കണം ഈ വഴിയിലേക്ക് ഭഗവാൻ എത്തിച്ചത് എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ശ്രീമദ് ഭാഗവതം പൊതുവെ ഹിന്ദു ആചാരം അടിസ്ഥാനമാക്കിയാണ് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതാണ്. ശ്രീമദ് ഭാഗവതം ഉപാസിക്കുന്നതും അതിന്റെ ശ്രവണമൊക്കെ ഹിന്ദുക്കളാണെന്ന് ചെയ്തു വരുന്നത്. പക്ഷേ വാസ്തവത്തിൽ ശ്രീമദ് ഭാഗവതത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ വളരെ വ്യക്തമായിട്ട് അറിയും ഇത് മാനവരാശിക്ക് മുഴുവൻ ഉതകുന്നതാണ്. കാരണം ഇത് സത്യത്തെ പ്രതിപാദിക്കുന്നതാണ്. നമ്മുടെ ദേവതാ സങ്കല്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ സഗുണോപാസനയിൽ നിന്ന് നിർഗുണോപാസന, അതായത് ഈ നമ്മളൊക്കെ നമ്മുടെ ഉപാസനയ്ക്ക് വേണ്ടി നമ്മൾ രൂപമൊക്കെ കൽപ്പിച്ചിട്ട് ദേവതാ സങ്കല്പങ്ങളുണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ പരമായ ശാന്തി കിട്ടണോ നിർഗുണ ബ്രഹ്മം എന്താണ് സത്യം, ആ സത്യത്തെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ സത്യം അറിയല് ഹിന്ദുക്കളുടെ മാത്രം കാര്യമല്ല. മാത്രമല്ല ഈ ഭാഗവതം ഉപദേശിക്കുന്ന നമുക്ക് കിട്ടിയതൊക്കെ പരീക്ഷത്തിന് ഉപദേശിക്കുന്ന രീതിയിലാണ്. പരീക്ഷിത് മഹാരാജാവിന് സർപ്പം കടിച്ച് ഇന്നേക്ക് 7-ാം ദിവസം മരണം എന്ന് പറഞ്ഞാൽ ശാപം കിട്ടണം. അപ്പൊ മരണം കാത്തു നിൽക്കുന്ന ഒരാള്, മരണത്തിന് നേരിടേണ്ട ഒരു വ്യക്തി എന്തു ചെയ്യണം, ആരെ സ്മരിക്കണം, ആരെക്കുറിച്ച് ചിന്തിക്കണം, ആരെക്കുറിച്ച് പാടണം എന്നപ്പോഴാണ് ഭാഗവതം ഉപദേശിക്കുന്നത്. അപ്പൊ ഈ മരണം എന്നുള്ളത് എല്ലാ മനുഷ്യനും ഉള്ളതാണ്. അപ്പൊ പരീക്ഷിത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ പരീക്ഷിതെന്ന് കേവലം ഒരു രാജകുമാരൻ എന്നൊരു കഥാപാത്രം മാത്രമല്ല, നാം ഓരോ ജീവനും പരീക്ഷിതാണ്. മോക്ഷം അതാ ഈശ്വര സാക്ഷാത്കാരം എന്ന അനുഭൂതി എത്തണോ, ഈ സത്യത്തെക്കുറിച്ച് നമ്മൾ അറിയണം. അത് ഏത് മതസ്ഥരായാലും ശരി, അവർ അതേ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ സത്യത്തെ അറിയണം. മുസ്ലിം ആയാലും ശരി, ക്രിസ്ത്യൻ ആയാലും ശരി, സിഖ് മതക്കായാലും ശരി, ജൈനമതക്കാരായാലും ശരി, ഹിന്ദു ആയാലും ശരി, ഇതിൽ നിന്നുകൊണ്ട് തന്നെ ഈ മതത്തിലെ ആചാരങ്ങളും ഒക്കെ അനുഷ്ഠിച്ചുകൊണ്ട് തന്നെ സത്യത്തെക്കുറിച്ച് അന്വേഷിക്കണം. അതെ. എന്താണ് ഭാഗവതത്തിന്റെ ലക്ഷ്യം? പിന്നെ നമ്മൾ പറയണ്ടായി ഈ മരണഭയം ഇല്ലാതിരിക്കണം. കാരണം മരണത്തെ മാറ്റാൻ കഴിയില്ല. മരണത്തിന് കാരണം ജനനമാണ്. ജനിച്ചാൽ മരിച്ചു തീരും. പക്ഷെ മരണഭയം ഇല്ലാതിരിക്കണമെങ്കിൽ ഈ മരിക്കുന്നത് ശരീരമാണ് എന്ന് മനസ്സിലാക്കണം. ശരീരമാണ് മരിക്കുന്നത് എന്ന സത്യത്തെ അറിയണം. അപ്പോൾ യഥാർത്ഥമായി എന്താണ് ഈ പ്രപഞ്ചം സത്യമായുള്ളത് എന്നറിയുന്നതോടുകൂടി ഈ ശരീരം എന്നായാലും മരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്, മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ഓരോ നിമിഷം നമ്മുടെ സെൽസൊക്കെ മരിച്ചു. നമ്മുടെ ബാല്യം മരിച്ചു, കൗമാരം മരിച്ചു, യൗവനം മരിച്ചു, അവസാനം വാർദ്ധക്യത്തിൽ ഒരു ദിവസം നമ്മൾ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ പിന്നെ അടുത്ത ആരും വരില്ല. അങ്ങനെയല്ലേ നമ്മുടെ കൃഷ്ണ ശരീരം. അപ്പോൾ ഈ നശിക്കാത്ത ഒന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാവും. ആ സത്യത്തെ അന്വേഷിക്കണം. അതിന് ഭാഗവതം വളരെയധികം കാരണം മരണഭയത്തിൽ നിന്ന് മോചനം വേണോ, ഭാഗവത്തെ ആശ്രയിച്ചാൽ അത് നമുക്ക് കിട്ടും. ഭാഗവതത്തിൽ നിങ്ങൾക്ക് എത്ര വർഷത്തെ പരിചയം, അനുഭവ സമ്പത്ത് അവകാശപ്പെടാനാവും? ഒരു 10-25 വർഷത്തോളമായി ഈ ഭാഗവതത്തിനോട് രുചി തോന്നി. പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലായി ഭാഗവത ശ്രോതാക്കളായി ചടഞ്ഞ് മുമ്പിൽ പോയി ഇരുന്ന് ശ്രവിക്കേണ്ടായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു 5 വർഷത്തിലോളമായി ഞങ്ങളിത് സദസ്സുകളിൽ ചെന്ന് സപ്താഹ രൂപേണ പാരായണവും അതിൻ്റെ അർത്ഥത്തെ ആചാര്യന്മാരിൽ നിന്ന് കിട്ടിയത് പല ആചാര്യന്മാരും പലപ്പോഴും മിക്കവാറും കേരളത്തിലുള്ള മിക്കവാറും ആചാര്യന്മാരുടെ ഭാഗവത സപ്താഹങ്ങൾ കേൾക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കേട്ടതിനെ നമ്മുടെ അകത്തുള്ളത് നമ്മൾ പങ്കുവെക്കലാണ്. കാരണം നമുക്ക് വിൽപ്പത്തിയോ അതിൻ്റെ പാണ്ഡിത്യോ അതിൻ്റെ മഹിമയോ ഒന്നുമില്ല എങ്കിൽ കൂടി എന്തോ ആചാര്യന്മാരുടെ അനുഗ്രഹം എന്നേ പറയുള്ളൂ. നമ്മൾ പല ആചാര്യന്മാരുടെയും സപ്താഹം കേൾക്കുമ്പോൾ പാലക്കാട് സ്വാമി അശേഷാനന്ദജി, അതുപോലെ ബാലകൃഷ്ണ പിഷാരടി, മള്ളിയൂർ തിരുമേനി, ഭാഗവതഹംസം, അങ്ങനെ പല ആചാര്യന്മാരും, ഓട്ടൂർ, അങ്ങനെ പല ആചാര്യന്മാരുടെ അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അഞ്ഞമാതന്റെ അനുഗ്രഹം കിട്ടുക. പല ആചാര്യന്മാരുടെ അനുഗ്രഹത്തിന്റെ അതിന്റെ ഫലം തന്നെയാണ് ഇതിന് സാധിച്ചത്. കാരണം അവരൊക്കെ ആ ഭാഗവത സപ്താഹം നമ്മൾ ചിന്തിക്കാറുണ്ട്. സ്വാമിജി അശേഷാനന്ദ സ്വാമിജിയൊക്കെ ഭാഗവത സപ്താഹം നടത്തുമ്പോൾ
ഓരോ കഥാഭാഗങ്ങളെ കുറിച്ച് അവിടെ വർണ്ണിക്കുമ്പോൾ വസ്തുത നമ്മൾ ചിന്തിക്കാറുണ്ട്. സ്വാമിജി അവിടെ ഒരു ദൃക്സാക്ഷിയായിരുന്നു. സ്വാമിജി ആ നടക്കുന്ന സന്ദർഭങ്ങളിൽ അവിടെ സ്വാമിജിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് നമുക്ക് അനുഭവപ്പെടും. കാരണം ആ രീതിയിലാണ് അവരത് നമ്മളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ അവരുടെ കണ്ണിൽ നോക്കി, അവരുടെ മുഖത്ത് നോക്കി നമ്മളിതിങ്ങനെ കേൾക്കുമ്പോൾ അവർ പോലും അറിയാതെയാണ് നമ്മുടെ അകത്ത് ചെന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളതിനെ മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടാണ് ഗുരു ആചാര്യനെ, ഓരോ ആചാര്യനും നമ്മളെ ഗുരുക്കളെ അംഗീകരിച്ചിട്ടാണ് നമ്മൾ പോയി ഇരിക്കുന്നത്. പക്ഷെ അവരറിയാതെ തന്നെ നമ്മൾ അവർ ശിഷ്യനായി പോകാറാണ്. അവരറിഞ്ഞിട്ടുണ്ടാവില്ല, എപ്പോഴും അവരറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളൊക്കെ അത് ഓരോ ആചാര്യന്മാരുടെ ഓരോ ഭാഗങ്ങൾ, പ്രത്യേക ഓരോ ഭാഗങ്ങൾ നമ്മൾ ഇന്ന് സ്മരിച്ചുകൊണ്ട് അതിനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രസാദമായി ഷെയർ ചെയ്യലാണ് വാസ്തവത്തിൽ. കാരണം നമ്മളതായിട്ട് ഒരു വാക്ക് പോലും ഇന്ന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് ആചാര്യൽ വരമൽ നിന്ന് കിട്ടുന്നതാണ്. ആചാര്യന്മാർക്ക് അതിന് അവകാശം എൻ്റെന്ന് പറയണമെങ്കിൽ അവർക്ക് പറ്റുള്ളൂ. ശ്രീമദ് ഭാഗവത പാരായണം നടത്തുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണോ ഉണ്ടാകാറുള്ളത്? അദ്ദേഹം പൂജ ചെയ്യുമായിരുന്നു. ആദ്യം ഞാൻ വായിക്കുമായിരുന്നു, വേറെ ആചാര്യന്മാര് അത് പ്രഭാഷണം ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പം ഞങ്ങൾ 4-5 വർഷമായിട്ട് അദ്ദേഹം പൂജയും ചെയ്യും. കാരണം എല്ലാ സമയത്തും തുടർന്ന് പൂജയില്ല. അപ്പം അല്ലാത്ത സമയങ്ങളിൽ അവതാരം അങ്ങനത്തെ വരുന്ന സമയത്തൊക്കെ പ്രത്യേക വിശേഷാൽ പൂജകളുള്ളൂ. അല്ലാത്തപ്പോൾ അദ്ദേഹം ഞാൻ വായിക്കും, അദ്ദേഹം അതിന് പ്രഭാഷണം ചെയ്യുമായിരുന്നു ആ സന്ദർഭത്തിന്. ആധുനിക കാലത്ത് ഭാഗവതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ളതെന്ന് തോന്നിയിട്ടുള്ള ശ്ലോകം രണ്ടുപേർക്കും വ്യത്യസ്തമായിരിക്കാം. ഏതാണെന്ന് പറയാമോ? സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾക്ക് ഇത്രയും കാലത്തില് ഏറ്റവും അനുഭൂതി തോന്നിയിട്ടുള്ള 4 വരികളാണ് ഈ ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 31-ാം അധ്യായം, അതിലെ 4-ാമത്തെ ശ്ലോകം. അത് ഞാൻ ഇവിടെ പറയാനും നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃ വിഘനസാർത്തിതോ വിശ്വഗുപ്തയേ സഖ ഉദൈവാൻ സത്വതാങ്കുലേ. ഇവിടെ ഇവ പാരായണം ചെയ്ത ആ ശ്ലോകം നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക്. നമുക്ക് എത്ര വളരെ വിശാലമായി, നമുക്ക് അത്രയും സംസ്കൃതം അറിഞ്ഞിട്ടില്ലും കൂടി അതിന്റെ ഏതാനും പദങ്ങൾ കേട്ടാൽ തന്നെ നമുക്കതിലെന്തോ നമുക്ക് മനസ്സിലാവും. അന്തരാത്മദൃക്. അപ്പോ നമ്മൾ ഗോപികമാര് ഭഗവാനെ കാണാതെ കരയുകയാണ്. അവരുടെ കരച്ചിലൊക്കെ ഗോപിക ഗീതമായി മാറി. നമ്മൾ എന്തിനേയും കിട്ടാൻ വേണ്ടി കിട്ടാത്തത് കാരണം കരയുകയാണെങ്കിൽ അത് കേൾക്കുന്ന ആൾക്കാർ നമ്മളോട് സഹതാപമുള്ളവർ കൂടെ കരയും, ഇല്ലാത്തൊരു വെറുപ്പ് പ്രകടിപ്പിച്ച് പോവുക ചെയ്യാം. നേരെ മറിച്ച് ഗോപികമാര് ആ ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി കുതിച്ച് അവർ കരയുന്നത്, അവർ കരഞ്ഞ് പാടുന്നത് ഗോപിക ഗീതമായിട്ടാണ്. അപ്പോൾ ഭഗവാനെ കിട്ടാൻ വേണ്ടി ആ ആനന്ദത്തെ, പരമമായ ആനന്ദത്തെ നമുക്ക് ലഭിക്കാൻ വേണ്ടി ഭഗവാനോട് നമ്മൾ പറയേണ്ടത് അങ്ങനെ കരയണം. അശാന്തമായ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഭാഗവതം എങ്ങനെ ഉപകരിക്കും? അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ ഭാഗവത പാരായണം കൊണ്ട് എന്തെങ്കിലും മെച്ചമുണ്ടാവുമോ? ഭഗവാൻ പ്രഹ്ലാദൻ പറയുന്നുണ്ട്, കൗമാരയിൽ ആചരയിൽ പ്രാജ്ഞ ഭാഗവതാനിഹ ധർമ്മ. ഈ ഭാഗവത ധർമ്മം കുട്ടികളിൽ ആദ്യം ഉണ്ടാക്കണമെന്ന്. കുട്ടികളിൽ ആദ്യം ഇത് വളർത്തി വരണം, ഭാഗവതധർമ്മം ഉണ്ടാക്കി വരണം. അതിന് സന്ധിക്കുന്ന നാമം ചൊല്ലുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചൊല്ലി ഈ പ്രപഞ്ചത്തിന്റെ സത്യം എന്തൊക്കെ അതിന്റെ നിസ്സാരത എന്നൊക്കെ മനസ്സിലാവണോ. ആധ്യാത്മിക ആ വാസന കുട്ടികളിൽ ഉണ്ടാക്കണോ. അത് രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇന്നിപ്പോ ഒരു നക്സലൈറ്റോ ഒരു ടെററിസ്റ്റോ അല്ലെങ്കിൽ കൊലയാളി ഒന്നും ഉണ്ടാവുന്നതല്ല, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് വാസല്. അവര് തീർച്ചയായും ഈ പ്രഹ്ലാദനൊക്കെ ഇങ്ങനെ ധ്രുവനായത് എങ്ങനെ? ആചാര്യന്മാരുടെ അനുഗ്രഹവും അവരുടെ സത്സംഗം കൊണ്ടും. അതേപോലെ തന്നെ സത്സംഗം ഇതിന്റെ പ്രാധാന്യം ഭാഗവതത്തിൽ വളരെയധികം ഊന്നൽ കൊടുത്തുകൊണ്ടാണ് അതിന്റെ കഥയുടെ പോക്ക് തന്നെ അങ്ങനെയാണ്. ഭാഗവത പാരായണം നടത്തുന്ന നിരവധി ആളുകളുണ്ട്. അവരിൽ നിന്നെല്ലാം നിങ്ങളെ വ്യത്യസ്തരാക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അത് നിങ്ങൾ തന്നെ പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഈ ഭാഗവത സപ്താഹ പല വേദികളും നമ്മൾ ശ്രോതാക്കളായി ചെന്നിരുന്നിട്ടുണ്ട്. പക്ഷെ ഒരു ദമ്പതിമാരുടെ ഒരു വേദി നമ്മളിത് എവിടെയും പോകാൻ സാധിച്ചിട്ടില്ല. 1-2 ഉണ്ടാവും, ഇല്ലെന്നല്ല. പക്ഷെ നമുക്ക് ചിന്തിക്കാറുണ്ട്, ഒരു ഭാര്യ ഭർത്താക്ക് ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിന്റെ ഇടയിൽ തന്നെ ആധ്യാത്മികമായി ഭഗവാന്റെ കഥകൾ ഒരേ മേടയിൽ ഇരുന്ന് ആസ്വദിക്കാൻ കഴിയാന്ന് പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വലിയ ധന്യരാണ് അതിൽ. മാത്രമല്ല കേരളത്തിലെ പല ഭാഗങ്ങളിലും ഭാഗവത സത്രത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും കൂടി ഒരു സദസ്സ് ഭാഗവത പാരായണമാവട്ടെ അതിന്റെ പ്രഭാഷണമാവട്ടെ ഈ കാര്യങ്ങളിലായിട്ട് നമ്മുടെ അറിവിൽ ഇല്ല. പക്ഷെ ഇതൊക്കെ
ഇതിന്റെ കേമത്വം മുഴുവൻ ആചാര്യ പരമ്പരയ്ക്കാണ്. പിന്നൊന്നുള്ളത്, നമ്മൾ ഉച്ചനീചത്വം ചിന്തിക്കാറില്ല അതിൽ. ഏത് ശൂദ്രന്റെ വീട്ടിലായാലും ശരി, അവർക്കൊരു ഭാഗവത സപ്താഹം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ചെയ്തു കൊടുക്കാറുണ്ട്. ഒരു കണ്ടീഷനും ഇവിടെ പറയാറില്ല. നിങ്ങൾ ഇരുന്ന് ശ്രോതാവായി ഇരുന്ന് കേൾക്കണം. ദേഹശുദ്ധി, ശരീരശുദ്ധി, മനഃശുദ്ധി, ഇങ്ങനെ ശൗച കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് നമുക്കാവുന്ന രീതിയിൽ ഇരുന്ന് ശ്രവണമാണ് ഇവിടെ പ്രധാനം. അത് കേൾക്കാൻ താല്പര്യത്തോടെ നിങ്ങൾ ഇരിക്കുക. ഭാഗവത ഉപാസന കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഭാഗവതം ഉപാസന കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടോ എന്നങ്ങ് ചോദിക്കുകയുണ്ടായി. നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം കോട്ടങ്ങളൊന്നും അറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതാണ് ഭാഗവതത്തിന്റെ മഹിമ. കാരണം നമ്മുടെ ജീവിതത്തിൽ ജനിച്ച് കുട്ടിക്കാലം, അത് കഴിഞ്ഞാൽ കൗമാരകാലമായി, അത് കഴിഞ്ഞ് യൗവനകാലമായി, ഇപ്പോൾ ഏതാണ്ട് വാർദ്ധക്യത്തിൽ കടന്നിരിക്കുകയാണ് ഞാൻ. അപ്പോഴൊക്കെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദുഃഖങ്ങളെ അധികം ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ദുഃഖങ്ങൾ ഉണ്ടായതിൽ ചിലപ്പോൾ അതൊക്കെ വളരെ തിക്തമായ അനുഭവങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ജീവിതം. പക്ഷെ അതിനൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഈ കടന്നു വന്ന കാലങ്ങളെയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ആകെ ഭയപ്പെടും. കാരണം അത്രയും തിക്തമായ അനുഭവങ്ങളായിരുന്നു ജീവിതത്തിലുടനീളം ഉണ്ടായിട്ടുള്ളത്. പല പല ഘട്ടങ്ങൾ കടന്നു വന്നാൽ ശരിക്കും എന്നോ മരണത്തിനെയൊക്കെ എന്നോ വരിക്കേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ അതിന്നൊക്കെ അതിജീവിച്ചത് പാടില്ല, ജീവിക്കണം, എന്തു വന്നാലും മുന്നോട്ട് പോകണം എന്നുള്ള ആ പുറകിൽ നിന്നൊരു ശക്തി നമ്മളെ നയിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീമദ് ഭാഗവതം തന്നെയാണ്. അത് ഈശ്വരന്റെ ഗുരുവായൂരപ്പന്റെ കാരുണ്യം ഒന്ന് മാത്രമാണ്. അതുപോലെ എല്ലാവരും ഇതറിയാൻ എല്ലാവർക്കും സാധിക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു ജഗദീശ്വര എന്ന് ഞാൻ മനം നൊന്ത് പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇതിലേക്ക് വരണം, ഇത് കേൾക്കണം, ഇത് അനുഭവിക്കണം എന്നുള്ള ആഗ്രഹമാണ്. അതുകൊണ്ട് നമ്മൾ എവിടെ ഒരാളെ കേൾക്കാനായിട്ടുള്ളൂ ശ്രോതാവ് വെച്ചാലും അവരാവശ്യപ്പെട്ടാൽ നമ്മൾ അവരുടെ വീട്ടിൽ പോയി ഇത് പാരായണം ചെയ്ത് നമുക്കറിയുന്ന രീതിയിൽ ആ വീട്ടിലൊരു അംഗമായിട്ട് ഞങ്ങളിത് നടത്തി കൊടുത്തു വരികയാണ്. ഇതങ്ങേറ്റം എത്തിച്ചു തരണേ. മരണാവസാനം വരെ ഭഗവാന്റെ കഥകളും പാടി ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം. ബാക്കി ഭഗവാന്റെ ഇച്ഛ എന്താ വെച്ചാൽ. ഇത്രയും നേരം ഗുഡ് മോർണിംഗ് ACVയിലൂടെ ഭാഗവതത്തെക്കുറിച്ചും അതിന്റെ മഹത്വത്തെക്കുറിച്ചും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ സംസാരിച്ചതിന് വളരെ നന്ദി. ACVയിലെ ഈ പ്രോഗ്രാമിന് ഇവിടെ വാസ്തവത്തിൽ നമ്മളെ അർഹരാക്കിയതിന്റെ എല്ലാ ക്രെഡിറ്റും ഞങ്ങളുടെ ആചാര്യന്മാർക്കുള്ളതാണ്. കാരണം ഗുരോർ അനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്ത്, ഗുരുക്കന്മാരുടെയും ആചാര്യന്മാരുടെയും അനുഗ്രഹം ഒന്ന് മാത്രമാണ് നമുക്കിതിനെ ഇവിടെ സാധിച്ചതിനെക്കുറിച്ച് സ്മരിക്കാനും സാധിച്ചത്. എല്ലാ ആചാര്യന്മാർക്കും ശ്രോതാക്കളായ നിങ്ങളുടെ എല്ലാവരെയും പാതാരവിന്ദങ്ങളിൽ മനസ്സുകൊണ്ട് നമിക്കുന്നു.